ഇന്ന് ജൂൺ 3, 2025. ഇന്നലെ ജൂൺ 2-ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള JEE അഡ്വാൻസിൻ്റെ റിസൾട്ട് വന്നു. ഞാനപ്പോൾ റിസൾട്ടൊക്കെ അറിയാൻ വേണ്ടി പേപ്പർ തൃശ്ശൂർ എഡിഷൻ മലയാള മനോരമ തുറന്ന് നോക്കുകയാണ്. ഫസ്റ്റ് പേജിൽ മൊത്തം പരസ്യം. സ്ഥാപനങ്ങൾ മാറുന്നേ ഉള്ളൂ. കഴിഞ്ഞ വർഷം വേറെ സ്ഥാപനത്തിൻ്റെ ആയിരുന്നു, ഇത്തവണ ഇപ്പോൾ ഫുൾ പരസ്യമാണ്. രണ്ടാമത്തെ പേജിൽ കുറേ പ്രാദേശിക വാർത്തകളും ഫോട്ടോസും. മൂന്നാമത്തെ പേജിൽ വേറെ കുറച്ച് വാർത്തകൾ, ഒരു മരണ വാർത്തയുണ്ട്, പിന്നെ കുറച്ച് രാഷ്ട്രീയം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും വേറെ കുറേ ലോക്കലായിട്ടുള്ള അക്രമങ്ങളുടെ കുറേ വാർത്തകൾ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ചത്ത നായയെ ചൊല്ലി തർക്കം, മർദ്ദനം, ഷാപ്പിൽ കയറി തല്ല്, അങ്ങനത്തെ കുറേ ന്യൂസുകൾ. പിന്നെ നമ്മൾ മുന്നോട്ട് പോയി. ഞാനിത് ആരാണ് കേരളത്തിൽ മികച്ചതായിട്ട് വന്നിരിക്കുന്ന കേരള നമ്പർ റാങ്ക് 1 അന്വേഷിച്ചുള്ളൊരു ഇതാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കുറേ രാഷ്ട്രീയം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു രക്ഷയില്ല, ഇവിടെയൊക്കെ നോക്കി ഒരു രക്ഷയില്ല. പിന്നെ JEE അഡ്വാൻസിൻ്റെ ജോസ കൗൺസിലിംഗ് ആരംഭിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത എഡ്യൂക്കേഷൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ മുന്നോട്ട് പോവുകയാണ്, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെയും കുറേ മരണ വാർത്തകൾ, പിന്നെ ചരമകോളത്തിൽ പിന്നെ ഇങ്ങോട്ട് വന്നു. ഇതൊക്കെ തന്നെ സ്പോർട്സ്, അത് ഇത് അങ്ങനെ പേജുകൾ അവസാനിക്കാൻ പോവുകയാണ്. ലാസ്റ്റ് ഒരു പേജും കൂടി ഉണ്ട്, ഒരു കാറിൻ്റെ പരസ്യം. കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, വേർ ഈസ് മിസ്റ്റർ അക്ഷയ് ബിജു, കേരള റാങ്ക് നമ്പർ 1. അദ്ദേഹത്തെ പഠിപ്പിച്ച സ്ഥാപനത്തിനോട് എനിക്ക് യാതൊരു കൂറോ ചായവോ ഇല്ല. പക്ഷെ ഞാൻ ഇത്രേ ചോദിക്കുന്നുള്ളൂ, ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിൽ ഇന്ത്യയിലെ ഓൾ ഇന്ത്യ റാങ്ക് 192 ലഭിച്ച അക്ഷയ് ബിജുവിൻ്റെ വിജയം എവിടെയാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? കഴിഞ്ഞ വർഷം ഇതേ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. കേരള റാങ്ക് നമ്പർ 1 മനു എന്ന് പറയുന്ന കൊച്ചുമിടുക്കൻ്റെ ഒരു ഫോട്ടോയോ ഒരു വിജയമോ ഒരു ന്യൂസോ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടില്ല. ഈ പരസ്യങ്ങൾ കൊണ്ട് നിറയുന്നതാണ് മാധ്യമങ്ങളെങ്കിൽ, പൈസയാണ് റൂൾ ചെയ്യുന്നതെങ്കിൽ എന്തിനാണ് നമ്മളിതൊക്കെ വായിച്ച് സമയം കളയണേ? ഇപ്പോൾ പൈസ തരുന്ന സ്ഥാപനത്തിൽ പരസ്യം കൊടുക്കുമ്പോൾ അവരുടെ കുട്ടിക്ക് കേരള റാങ്ക് നമ്പർ 1 ഇല്ല എന്നതുകൊണ്ട് ഈ കാണുന്ന ജനങ്ങളൊന്നും കേരള റാങ്ക് നമ്പർ 1 അറിയണ്ട എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എനിക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. കഴിഞ്ഞ തവണ മനു എന്ന് പറയുന്ന കുട്ടി ഒരു പ്രമുഖ സ്ഥാപനത്തിൽ പഠിച്ചതല്ല, അവരുടെ പരസ്യം പേപ്പറിലില്ല, അപ്പോൾ അവൻ്റെ പേരില്ല. ഇത്തവണ അക്ഷയ് ബിജു ഈ ആദ്യത്തെ പേജിൽ പരസ്യം കണ്ട ആൾക്കാരുടെ കൂടെയല്ല പഠിച്ചത്, അപ്പോൾ അവനാരും അറിയണ്ടെന്നാണോ പറയണേ? എവിടുത്തെ ന്യായ നീതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.